Hello friends, welcome back to CMS Creations. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 10 മാത്തമാറ്റിക്സിലെ 7th ചാപ്റ്റർ കോർഡിനേറ്റ് ജോമെട്രിയിലെ എക്സസൈസ് 7.2 ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ഓക്കെ, എന്താണ് നമ്മുടെ ചോദ്യം നമുക്ക് നോക്കാം. Find the coordinate of a point A where AB is the diameter of the circle whose center is 2 minus 3 and B is 1 4. അതായത് എ ബി ഡയമീറ്റർ ആണ്, ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ്. പിന്നെ സർക്കിളിൻ്റെ സെൻറ്റർ 2 മൈനസ് 3 ആണ്. ഡയമീറ്ററിൻ്റെ ഒരു പോയിന്റ് 1 4 ആണ്. ഓക്കെ, ഞാനൊരു ഏകദേശ ചിത്രം വരച്ചു. ഒരു സർക്കിൾ ഡയമീറ്റർ എ ബി, സെൻറ്റർ 2 മൈനസ് 3 ആണ്, ആൻഡ് ബി 1 4 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ് ആണ്. അതിന് നമുക്കറിയാം ഡയമീറ്ററിനെ സെൻറ്റർ, ഓക്കെ, ഡയമീറ്ററിനെ സെൻറ്റർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റേഡിയസ് ആണ്. അവിടുത്തെ റേഷ്യോ 1:1 ആണ് വരിക. റേഡിയസ് സെയിം ആണ്. സർക്കിളിൻ്റെ സെൻറ്റർ ഡയമീറ്ററിനെ 2 ഈക്വൽ പാർട്ടാക്കിയിട്ട് മാറ്റും, 2 റേഡിയസ് ആയിട്ട്, അല്ലേ? അപ്പോൾ ഒ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ എ ഒയും ഒ ബിയും തമ്മിലുള്ള റേഷ്യോ 1:1 ആയിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് എയുടെ പോയിന്റ് കാണാം. AB is the diameter, O is the center of the circle. So AO is to OB 1:1 ആണ്. Then റേഷ്യോ കാണുകയാണ്. നമ്മൾ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് m1x2 plus m2x1 divided by m1 plus m2, m1y2 plus m2y1 divided by m1 plus m2 ഈക്വൽ ടു എത്രയാണ്? 2 minus 3 ആണ്. ആ പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആ റേഷ്യോ വെച്ചിട്ട് കട്ട് ചെയ്യുന്ന പോയിന്റ് 2 minus 3 ആണ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമ്മൾ ഫസ്റ്റത്തെ വാല്യൂ കൊടുക്കുകയാണ്. m1 റേഷ്യോ, m1 എന്ന് പറയുന്നത് ഫസ്റ്റത്തെ റേഷ്യോ അത് 1 ആണ്, m2 1 ആണ്. ഓക്കെ, അപ്പോൾ 1 ഇൻറ്റു x2 എന്ന് പറയുന്നത് ഇതാണ് x2 കേട്ടോ. x2 m1 x2 1 ഇൻറ്റു 1 പ്ലസ് m2 1 ആണ്. ഇവിടുത്തെ x നമുക്കറിയില്ല, x1, അതിനെ ഞാൻ x എന്ന് കൊടുത്തു, ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 1 പ്ലസ് 1. ഇവിടെ അതേപോലെ m1 y2 4 ആണ്. അപ്പോൾ 1 ഇൻറ്റു 4 പ്ലസ് ഇവിടുത്തെ ഞാൻ y എന്ന് കൊടുത്തു, y1ന്. അപ്പോൾ 1 ഇൻറ്റു y ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ഈക്വൽ ടു എന്ന് പറയുന്നത് 2 മൈനസ് 3 ആണ്. 1 ഇൻറ്റു 1 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു എക്സ് എക്സ്, അപ്പോൾ 1 പ്ലസ് എക്സ് ബൈ 2. 1 ഇൻറ്റു 4 4, 1 ഇൻറ്റു വൈ, അപ്പോൾ 4 പ്ലസ് വൈ ബൈ 2 ഈക്വൽ ടു 2 മൈനസ് 3 വരും. അഥവാ 1 പ്ലസ് എക്സ് ബൈ 2 ചെയ്താൽ 2 എന്നും കിട്ടും. കാരണം ഇതാണല്ലോ എക്സ് കോർഡിനേറ്റ്. എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 1 പ്ലസ് എക്സ് ബൈ 2 ആണ്, അത് 2. വൈ കോർഡിനേറ്റ് 4 പ്ലസ് വൈ ബൈ 2 ആണ്, അത് -3. അതിനെ നമുക്കിനി സെപ്പറേറ്റ് ചെയ്യാം. 1 പ്ലസ് എക്സ് ബൈ 2 ഈക്വൽ ടു 2 ആണ്. ഞാൻ ഈ 2നെ പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഡിവിഷൻ അപ്പുറം ചെല്ലുമ്പോൾ എന്തായി? മൾട്ടിപ്ലിക്കേഷൻ ആയി. 2 ഇൻറ്റു 2 4 കിട്ടും. ഇനി ഈ 1നെ പുറത്തോട്ട് കൊണ്ടുവരിക. പ്ലസ് ഉള്ളത് ഇപ്പുറം വരുമ്പോൾ മൈനസ് ആവും. സോ എക്സ് ഈക്വൽ ടു 4 മൈനസ് 1, എക്സ് ഈക്വൽ ടു 3. അപ്പോൾ എക്സ് കോർഡിനേറ്റ് കിട്ടിയ എത്രയാ? 3. ഇനി വൈ കോർഡിനേറ്റ് കാണാൻ 4 പ്ലസ് വൈ ബൈ 2 ഈക്വൽ ടു -3. അതിൽ ഈ 2നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോവുക. -3ൻ്റെ അവിടേക്ക് 2 പോകുമ്പോൾ -3 ഇൻറ്റു 2 -6 വരും. 4 പ്ലസ് വൈ ഈക്വൽ ടു -6. അപ്പോൾ ഈ 4നെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്താവും? -4 ആവും. അപ്പോൾ -6 -4 എത്ര വരിക? -10 വരും. അപ്പോൾ വൈ കോർഡിനേറ്റും കിട്ടിയ എത്രയാ? -10. എക്സ് കോർഡിനേറ്റ് 3, വൈ കോർഡിനേറ്റ് -10. അപ്പോൾ എ എന്ന് പറയുന്ന കോർഡിനേറ്റ് എത്രയാ? 3 -10. ഓക്കെ, എ എന്ന് പറയുന്നത് 3 -10 ആയിരിക്കും. എ എന്ന് പറയുന്നത് 3 -10 ആയിരിക്കും.